നമസ്കാരം. നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഒരുപോലെ പിടിച്ചുലച്ച മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും നഷ്ടപ്പെട്ടു പോയവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും പൂർണ്ണമായും നമുക്ക് കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു നോവായി തുടരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നു, ഒരുപോലെ തങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. ദുരന്തമുഖത്തായിരിക്കുന്നവർക്ക് വേണ്ടി തങ്ങളെ കൊണ്ടാവും വിധം സഹായമായി മാറുന്നു. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ നിലപാടുമുള്ള പത്രങ്ങളുടെ പിറ്റേ ദിവസത്തെ തലക്കെട്ടുകൾക്ക് പോലും ഒരു സാമ്യമുണ്ടായിരുന്നു. ഇതൊരു കോയിൻസിഡൻസായി മാത്രം കാണാവുന്ന ഒന്നല്ല. ഒരു ദുരന്തം വരുമ്പോൾ, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് ചിന്തിക്കും എന്നതിൻ്റെ നേർക്കാഴ്ച തന്നെയാണ്. 2018 നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിച്ചു. മനുഷ്യൻ്റെ ഈ പ്രത്യേകത മറ്റെല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് എന്ന സത്യവും നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. അത് തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു, ഷെയർ ചെയ്യുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെ കാത്ത് ഉറക്കമില്ലാതെ നടന്ന് ക്ഷീണിച്ച് അവശനായ ഒരു നായയുടെ വീഡിയോ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗമായതുകൊണ്ടും വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിയുന്ന ജീവി ആയതുകൊണ്ടും നമുക്കതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം മനുഷ്യനൊപ്പം മനുഷ്യർ ഓമനിച്ച് വളർത്തുന്ന ജീവികൾക്കെല്ലാം നിസ്വാർത്ഥമായ ഒരു സ്നേഹമുണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നായകൾക്കുണ്ടാകും. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മുണ്ടക്കൈയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സുജാത എന്ന സ്ത്രീ അവരുടെ അനുഭവം പങ്കുവച്ചതാണ്. നമ്മളൊരുപക്ഷെ ഇതിനോടകം കണ്ടു കാണും. അതിൻ്റെ ഒരു AI വീഡിയോ ഞാൻ കണ്ടു. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് മൂപ്പരടുത്തുനിന്ന് നേരം വെളുത്ത 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ, ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചത്. അതിശയം, അവിശ്വസനീയം എന്നല്ലാതെ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതെല്ലാം സംഭവിച്ചതാണ് എങ്കിൽ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ടാവണം. മരണത്തെ മുന്നിൽ കണ്ട് രക്ഷപ്പെട്ടു വന്ന അവർക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ മനുഷ്യർ മാത്രമല്ല, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സർവ്വജീവജാലങ്ങളും ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ്. ഇതതിന് വലിയൊരു തെളിവാണ്. കാടിൻ്റെ ഉള്ളിൽ മനുഷ്യരുമായി യാതൊരു സമ്പർക്കവും പുലർത്താതെ ജീവിച്ച ആന, അതും ഒരു കൊമ്പനാന, ഇതവർ അനുഭവിച്ച കാര്യമാണ്. ഇതവർ പങ്കുവയ്ക്കുന്ന വാക്കുകളിലും പറഞ്ഞ രീതിയിലും വളരെ വ്യക്തമാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നിസ്സഹായ അവസ്ഥയിൽ ആ കൊമ്പനാനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ് അവർ പറഞ്ഞത്. ഇത് കാണുമ്പോൾ സാധ്യമാകില്ല എങ്കിൽ കൂടി നമ്മുടെ ഈ ഒത്തൊരുമ, എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുമായുള്ള ഈ കൂട്ടായ്മ, അത് എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. മനുഷ്യരുടെ കാര്യത്തിലെങ്കിലും അത് സാധ്യമായിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര നന്നായേനെ.